ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ എങ്ങോട്ട് പോണ്? നമ്മൾ ഷോപ്പിങ്ങിന് പോവാം. അപ്പം ഞങ്ങൾ വെറുതെ ഇപ്പോൾ വൈകിട്ടാണ്, ഇപ്പോൾ ഒരു പ്ലാൻ ഇല്ലാണ്ട് ഇപ്പോൾ വെറുതെ ഞങ്ങളുടെ അടുത്ത ഡി മാർട്ട്, വിശാൽ മാർട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ബസ്സിലാണ് പോണത്. കുറേ നാൾക്ക് ശേഷം നമ്മൾ വന്നതിന് ശേഷം നമ്മൾ ഒരു വട്ടമാണ് ബസ്സിൽ പോയിട്ടുള്ളത്. പിന്നെ നമ്മൾ ബസ്സിൽ പോയിട്ടില്ല, പോകേണ്ട അവസരം വന്നിട്ടില്ല. അപ്പോൾ പക്ഷെ ഇന്ന് നമ്മളൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ബസ്സിൽ പോകാന്ന് വിചാരിച്ചു. സാധാരണ ക്യാബൊക്കെ വിളിച്ച് പോകുമ്പോൾ നല്ല ചിലവാണ്. അപ്പം ഇന്ന് നമുക്ക് ചിലവ് ചുരുക്കി നമുക്ക് ഇവിടെ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കാം. പിന്നെ ത്രെഡ് ചെയ്യണം. ത്രെഡ് ചെയ്യണം. പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്, വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാനുണ്ട്, അതായത് റൂമിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാനുണ്ട്. പിന്നെ അതുപോലെ പേഴ്സണൽ ഐറ്റംസും വാങ്ങാനുണ്ട്. അപ്പം നോക്കാം ബസ് കിട്ടുമോന്ന് അറിയില്ല. കോളേജിൽ സമയം നമുക്കറിയില്ല, ഒന്നും അറിയില്ല. പിന്നെ നല്ല രസമില്ലേ? പിന്നെ കോളേജിന്റെ അവിടം വരെ നടക്കാം. അതാണ് ഒരു ടാസ്ക്. പരിതാപകരമായ അവസ്ഥ കാണണം നിങ്ങൾ. ശ്വാസം മുട്ട് ഉറപ്പാ. പൊടിശല്. പിന്നെ വേണ്ട മാങ്ങ മരം തോപ്പ്, എന്തോ പറയും, മാവും തോപ്പ് അല്ല മാവും തോപ്പ്. ഇവിടെ മാങ്ങ ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് ചാടി പറിക്കാറുണ്ട്. കഴിഞ്ഞ കൊല്ലം അങ്ങനെ ഉണ്ടായിരുന്നു. ഈ കൊല്ലം ഇങ്ങനെയാവും നോക്കാം. കണ്ട സൺസെറ്റ് നല്ല രസമുണ്ട് ഇട്ട കാണാൻ. ഇവിടെ നിന്നൊരു ഗ്യാപ്പേ കാണാനുള്ളൂ. നമ്മൾ കോളേജിൻ്റെ ഫ്രണ്ട് ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ബസ് വരിക. ബസ് കാത്ത് കുറച്ച് പേര് നിൽക്കുന്നുണ്ട്. ബസ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ? അയ്യോ, ബസ് വരുന്ന സമയം നമ്മൾ ബസ്സിൽ പോകാത്തോണ്ട് നമുക്ക് ടൈമിങ് അറിയില്ല. എന്തോ അരമണിക്കൂർ കൂടുമ്പോഴാണ് വരാറ്. അപ്പൊ ഇത് അറിയില്ല. ഇപ്പൊ ആൾക്കാർ നിൽക്കണോണ്ട് നമ്മൾ പ്രതീക്ഷിക്കണം ബസ് ഇപ്പൊ ഉണ്ടാവുന്നു. പിന്നെ അധികം ദൂരമൊന്നും ഇല്ല ഇവിടെ നിന്ന്. അത്ര ലേറ്റ് ആയാലും പ്രശ്നമൊന്നുമില്ല. പ്രസിഡൻസി അപ്പൊ നമ്മൾ ബസ്സിൽ കയറി പൈസ കൊടുത്തിട്ടുണ്ട്. എത്ര രൂപ? 36 രൂപ. 36 രൂപ. ബാക്കി രണ്ടുപേർ കൂടിയിട്ടാ. ഇപ്പൊ ഈ വൈകിട്ടായതുകൊണ്ട് തിരക്കുണ്ട് ബസ്സില്, അല്ലെങ്കിൽ സീറ്റൊക്കെ ഉണ്ടാവാറുണ്ട്. 10 രൂപ വയ്ക്കാവുന്നുള്ളൂ ഗായ്സ്. അതിപ്പോ 40 എടുത്തിട്ടുണ്ടാവും. അവരോട് സമ്മതം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കാൻ പാടില്ല എന്നാണ് ഒരു ചേച്ചി നമ്മുടെ പിന്നിൽ നോക്കുന്നുണ്ട്. ഒന്നും ബസ് എത്താൻ ചാൻസ് ഇല്ല. അരിച്ചരിച്ചരിച്ചരിച്ചാണ് പോണത്. എവിടെ എത്തിയിട്ടില്ല, ഇനിയുണ്ട് ദൂരം. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 4 കിലോമീറ്റർ ഉള്ളൂ. അതിനാണ് നമ്മൾ ഇതുപോലെ സമയം എടുത്തത്. ഇതാണ് മെയിൻ കാരണം, നമ്മൾ ബസ്സിൽ പോകാത്തതിന്റെ മെയിൻ കാരണം ഇതാണ്. പിന്നെ ഇവിടെ പെണ്ണുങ്ങൾക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആധാർ കാർഡ് കാണിച്ചാൽ മതി, പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇവിടെ നിന്ന് ആധാർ കാർഡ് എടുക്കുകയാണെങ്കിൽ സെറ്റാ. കർണാടകയുടെ ആധാർ കാർഡ് ആയാൽ മതി. കേരളത്തിലത്തെ കാര്യമില്ല. പക്ഷെ അങ്ങനെ ആലോചിക്കുമ്പോൾ ഇവരുടെ ഈ ബെനിഫിറ്റ് നല്ലൊരു കാര്യമാണ്. ഇവിടെ പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, ആണുങ്ങൾക്കില്ല. ഓൺലി ഫോർ ലേഡീസ്. നമ്മളിങ്ങനെ ബസ് ഇറങ്ങി ഞങ്ങോട്ട് നടക്കണം. കുറച്ചുകൂടെ അപ്പുറത്ത് തന്നെ കാണാം ആ ബിൽഡിങ്, ആ വൈറ്റ് അത് കാണാൻ. അതാണ് ഞങ്ങൾ നടക്കുക കേട്ടോ. തട്ടി തെറിഞ്ഞ് വീണ്. ഈ പുറത്തുനിന്ന് വാങ്ങുന്നതില്ലേ, ഈ പോപ്കോൺ നമ്മൾ കഴിക്കും. അത് നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ പ്ലാൻ ചെയ്തിട്ടാ നോക്കണേ അത് കഴിക്കാനായിട്ട്. പക്ഷെ നല്ല ലാഭമാട്ടോ, നല്ല ടേസ്റ്റുമാണ്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്, അത്ര പൈസ ഇല്ല അതിന്. പല സാധനങ്ങൾ അവിടെ കാണും. അങ്ങനെ സുധീർ കൺട്രോൾ. അതാണ് എനിക്ക് ഷോപ്പിങ്ങിന് വന്നതിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാണുമ്പോൾ വാങ്ങാൻ തോന്നും. അതുകൊണ്ട് ഞാൻ പരമാവധി പോവാണ്ടിരിക്കാൻ ഒഴിവാക്കാൻ നോക്കും. നടക്കാറില്ല. ടിങ്കിൾ മരി എനിക്ക് ഇപ്പൊ തന്നെ വാണിംഗ് തന്നിരിക്കുകയാണ്. പല സാധനങ്ങളും കാണും, അല്ലാതെ നമ്മൾ വാങ്ങാൻ പാടില്ല. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം. ഇവിടെ ചെക്കിങ് ഉണ്ട്. കയറട്ടെ. ലിസ്റ്റിൽ കയറി ഏറ്റവും മോളിൽ പിടിക്കാൻ വീണ്ടും ഓപ്പൺ ആയിരിക്കും. അപ്പൊ നമ്മൾ ലിഫ്റ്റിൽ കയറിയിട്ടുണ്ട്. നമ്മൾ ഏറ്റവും മേലേക്ക് പോവാണ്. കുറച്ച് സാധനങ്ങൾ നമ്മൾ ലിസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്, നമ്മൾ അത് മാത്രം വാങ്ങാൻ പാടുള്ളൂ. അത് റേറ്റില്ല ഇവിടെ. 199 കൊള്ളാട്ടോ. 199 അങ്ങനെ അരമണിക്കൂർ എടുത്തിട്ടാ. ഒരമണിക്കൂർ ഡിസൈൻ നോക്കിയിട്ട് ഇതിലേത് ഡിസൈനൊക്കെ നോക്കിയിരിക്കുക. അരമണിക്കൂർ പോയത് ഞങ്ങൾ അറിഞ്ഞില്ല. വെറും ഇന്നർ വെയർ.
വാങ്ങാൻ വേണ്ടിട്ട് ഞങ്ങൾ കൂളിംഗ് ഗ്ലാസ് ഉണ്ട്, നല്ല പൊട്ടറ്റകൾ പോലെ ഒരു സോക്സ്. പിന്നെ ഇത് നമ്മൾ കാണിക്കാൻ പാടില്ലല്ലോ. കാണിച്ചോണ്ട് പ്രശ്നമൊന്നുമില്ല. ഇതേ ലിപ്സ്റ്റിക്ക് പോണേ നമ്മള് പുറത്തിറങ്ങിയിരിക്കയാണ്. അപ്പൊ ഇത്ര നേരമായിട്ടുള്ളിൽ കൊറേ ചുറ്റി 1000 ഇവിടെ ബില്ലുണ്ട്. നമ്മള് വേറൊരു ഇത് ചെയ്യാത്ത എന്തൊക്കെ നമ്മള് ഡിമാർട്ടിൽ വാങ്ങിയത്. ഇപ്പൊ കവർ അങ്ങനെ ഒരു 1000 രൂപയുടെ പർച്ചേസ് നമ്മൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിന് മാത്രം സാധനങ്ങൾ നമ്മള് ഐറ്റംസ് ഇല്ല, ഐറ്റംസ് കുറവാ. അതല്ല, കവർ ഒരു 18 രൂപയ്ക്ക് വാങ്ങാൻ മടിയായിട്ട് കയ്യിൽ പിടിച്ചിട്ടാണ് ഞങ്ങൾ. ഈ ബാഗിലുണ്ട് സാധനം. ആ ബാഗ് തന്നെയുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ പോപ്കോൺ 10 രൂപയുള്ള ഇതിന് നല്ലതാ. പക്ഷെ നമുക്ക് ഇഷ്ടം ചീസായിരുന്നു. പക്ഷെ ചീസ് ഇല്ല. കഴിഞ്ഞു മാഗി മസാല പിന്നുള്ളത് സാധാ നോർമലാ. ഇനി അടുത്തത് ഞങ്ങളുടെ വിശാൽ മാർട്ട്. ഇനി അവിടെ എത്രയാണാവോ പൊട്ട. ഞങ്ങളങ്ങനെ വിശാൽ മാർട്ടിലെത്തിയിട്ട് നടന്ന്. ഇവൾക്ക് ഇനി പലാസ് വാങ്ങണം. ഒരെ നോക്കി വെച്ച് പോയിണ്ടായിരുന്നു. ഈസ്റ്റർ ഒക്കെ അല്ലേ വരുന്നത്. ഇവിടെയൊക്കെ നല്ല ഡ്രസ്സ് നല്ല. അങ്ങനെ നമ്മൾ ഡിമാർട്ടിന്ന് വിശാൽ മാർട്ടിക്ക് വന്നിട്ടുണ്ട്. അവിടെ നിന്ന് നടക്കാൻ ചെയ്തത് ഈ നൂഡിൽസും അച്ചാറും മേടിച്ചിട്ട് നമ്മൾ നടന്നു. അപ്പോൾ ഇവിടെ നമുക്ക് പാൻറ് ഡ്രസ്സൊക്കെ ഇവിടെ നല്ല റേറ്റ് കുറവിന് കിട്ടാറുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് സാധനം നോക്കാൻ വേണ്ടി വന്നതാണ്. കുറേ ഉണ്ട് ഡ്രസ്സ്, നല്ല ലാഭാട്ടോ. ഒരു 100 രൂപ തൊട്ട് തന്നെ ടീഷർട്ടും കാര്യങ്ങളും നല്ല ഡ്രസ്സാണ്. കാണിച്ചു തരാം. 399 റുപ്പീസിനാണ്. നല്ല കുർത്തയാട്ടോ, നല്ല കോട്ടൺ കുർത്ത. അല്ലാണ്ട് 199 കുർത്താസ്. നല്ല റേറ്റിൻ്റെ ഉണ്ട്, റേറ്റ് കുറവിൻ്റെ ഉണ്ട്. ഈ റേഞ്ചൊക്കെ വരണുള്ളൂ. കളക്ഷനും ഉണ്ട് അത്യാവശ്യം നല്ല രീതിക്ക്. എനിക്ക് ഇങ്ങനത്തെ പാൻറ് നല്ല ഇഷ്ടം. ഇതാണ് 300 റുപ്പീസാണ് ട്രാക്ക് പാൻസ്. കുറേ കളക്ഷൻ ഉണ്ട്, വെറൈറ്റി ഓഫ് കളേഴ്സ്. അപ്പം നമ്മൾ വിശാൽ മാർട്ടിൽ പർച്ചേസ് കഴിഞ്ഞു. പ്രതീക്ഷിക്കാത്ത വെറുതെ ആവശ്യമില്ലാണ്ട് കുറേ സാധനങ്ങൾ വാങ്ങി. അങ്ങനെ പറയണം. അച്ചാറും വാങ്ങണമെന്ന് പ്രതീക്ഷിച്ച് വന്നല്ല, അവിടെ ഇരിക്കണ കണ്ടു. അപ്പൊ നമ്മുടെ കയ്യിൽ തീർന്നു നമ്മൾ മനസ്സിലാക്കി, അങ്ങനെ വാങ്ങിയതാ. ഇപ്പൊ നമ്മൾ ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്, വെയിറ്റ്. അപ്പോൾ ശരി ഗൈസ്, അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ബൈ.